DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്നവരും LPG ഗ്യാസ് കണക്ഷൻ ഉള്ളവരും ഏപ്രിൽ 27 മുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഒരുമിച്ചുള്ള റേഷൻ വിതരണം ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഏപ്രിൽ മാസത്തിൽ പതിവിന് വിപരീതമായി 2 മാസത്തെ റേഷൻ വാങ്ങാൻ സൗകര്യമൊരുക്കിയിരുന്നു. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഇത്തവണ ഒരുമിച്ച് വിതരണം പ്രഖ്യാപിച്ചിരുന്നു സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ 2 മാസത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് വിതരണം ആരംഭിച്ചിരുന്നു. എന്നാൽ 2 മാസത്തെ റേഷൻ ഒരുമിച്ച് വാങ്ങാൻ അവസരമുള്ളതിനാൽ ഏപ്രിൽ മാസത്തിൽ വാങ്ങാതെ മെയ് മാസത്തിൽ വാങ്ങാനിരിക്കുന്നവരുണ്ട്. എന്നാൽ ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏപ്രിൽ മാസത്തെ റേഷൻ ഏപ്രിൽ 30 വരെ ലഭിക്കുകയുള്ളൂ. അതായത് ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ 30 വരെ ഏപ്രിൽ മാസത്തെ റേഷനും അതോടൊപ്പം മെയ് മാസത്തിലെ റേഷൻ ഏപ്രിൽ 4 മുതൽ മെയ് 30 വരെയുമാണ് വിതരണം ചെയ്യുന്നത്. റേഷൻ ഒരുമിച്ച് മെയ് മാസത്തിൽ വാങ്ങാനിരിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തെ റേഷൻ ലഭിക്കില്ല. അതിനാൽ ഏപ്രിൽ മാസത്തെ റേഷൻ ഏപ്രിൽ 30-നുള്ളിൽ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 2 മാസത്തെ റേഷനും ഒരുമിച്ച് ഏപ്രിൽ 30 വരെ വാങ്ങാവുന്നതാണ്. ഇനി കേവലം 4 ദിവസങ്ങൾ മാത്രമാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുവാനുള്ളത്. അതിനാൽ അതിനു മുൻപായി റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. മെയ് മാസത്തെ റേഷൻ വിതരണം തുടർന്നും സംസ്ഥാനത്തുണ്ടാകുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് ആകെ 60 കിലോ അരിയാണ് ലഭിക്കുന്നത്. കൂടാതെ 6 കിലോ ഗോതമ്പും 4 പാക്കറ്റ് ആട്ടയും ഇവർക്ക് ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. അതോടൊപ്പം 4 അംഗങ്ങളുള്ള പിങ്ക് കാർഡിന് ഗോതമ്പിന് പകരം പരമാവധി 8 പാക്കറ്റ് ആട്ടയും അതിൽ കൂടുതൽ അംഗങ്ങളുള്ള കാർഡിന് ഓരോ അംഗത്തിനും അധികമായി 2 കിലോ ഗോതമ്പ് കൂടിയും ലഭിക്കുന്നതാണ്. നീലക്കാർഡിന് 4 കിലോ അരി കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ അധിക വിഹിതമായി 5 കിലോ അരിയും 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡിനാകെ 10 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മഞ്ഞ കാർഡുകാർക്ക് 1 ലിറ്ററും മറ്റു കാർഡുകാർക്ക് 1/2 ലിറ്റർ വീതവും മണ്ണെണ്ണ വാങ്ങാവുന്നതാണ്. അതോടൊപ്പം കഴിഞ്ഞ 2 മാസമായി തുടർച്ചയായി റേഷൻ വാങ്ങാത്തവർ ഈ മാസം നിർബന്ധമായും വാങ്ങണം. 3 മാസം തുടർച്ചയായി റേഷൻ വാങ്ങിയില്ലെങ്കിൽ മഞ്ഞ, പിങ്ക്, നീല കാർഡുകൾ വെള്ള വിഭാഗത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ റേഷൻ കാർഡുകാർ എല്ലാ മാസവും റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ടതാണ്. പൈപ്പ് ലൈൻ വഴി പ്രകൃതിവാതക കണക്ഷൻ ലഭിച്ചവർ പുതിയ LPG കണക്ഷൻ എടുക്കാനോ നിലവിലുള്ള സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാനോ പാടില്ലെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചിരിക്കുകയാണ്. PNG കണക്ഷനുള്ളവർ കൈവശമുള്ള LPG കണക്ഷനുകൾ 15 ദിവസത്തിനകം തിരികെ നൽകണം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി LPG വിതരണത്തിന് ചില നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടി. LPG കണക്ഷൻ സറണ്ടർ ചെയ്യുന്നതിന് mypngd.in എന്ന വെബ് പോർട്ടൽ ഉപയോഗിക്കുകയോ ബന്ധപ്പെട്ട LPG ഡിസ്ട്രിബ്യൂട്ടറെ നേരിട്ട് അറിയിക്കുകയോ ചെയ്യാമെന്നും കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം വീടുകളിൽ ഉപയോഗിക്കേണ്ട ഗാർഹിക സിലിണ്ടറുകളിൽ നിന്ന് വാതകം വാണിജ്യ സിലിണ്ടറുകളിലേക്ക് മാറ്റി നിറച്ച് വലിയ വിലയ്ക്ക് വിൽക്കുന്നത് പലയിടങ്ങളിലും പതിവായിട്ടുണ്ട്. ഇതുമൂലം വീടുകളിലേക്ക് ഗ്യാസ് കൃത്യസമയത്ത് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും കരിഞ്ചന്തയിൽ കൊള്ളവില ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. വിതരണക്കാർ നടത്തുന്ന തട്ടിപ്പുകൾ പല വിധത്തിലാണ്. 4 സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്ന ആൾക്ക് 1 മാത്രം നൽകി ബാക്കിയുള്ളവയിലെ ഗ്യാസ് വാണിജ്യ സിലിണ്ടറുകളിലേക്ക് മാറ്റാറുണ്ട്. കൂടാതെ 19 കിലോ വേണ്ട വാണിജ്യ സിലിണ്ടറുകളിൽ 14 മുതൽ 15 കിലോ മാത്രം നിറച്ച് വിൽക്കുന്ന രീതിയും നിലവിലുണ്ട്. ഉപഭോക്താക്കൾ സിലിണ്ടർ വാങ്ങുമ്പോൾ കൃത്യമായി തൂക്കം നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം സിലിണ്ടറുകളുടെ ഡെലിവറി ചാർജിലും വ്യാപകമായ പകൽക്കൊള്ള നടക്കുന്നുണ്ട്. 5 കിലോമീറ്റർ ദൂരത്തിന് ശേഷം മാത്രമേ ഡെലിവറി ചാർജ് നൽകേണ്ടതുള്ളൂ. സാധാരണയായി 20 രൂപ മുതൽ പരമാവധി 60 രൂപ വരെയാണ് ഈടാക്കേണ്ടതെങ്കിലും പല ഏജൻസികളും 100 രൂപ മുതൽ 200 രൂപ വരെ വാങ്ങുന്നതായി പരാതിയുണ്ട്. ഗ്യാസ് വിതരണത്തിലെ അഴിമതിയും അമിതവിലയും തടയാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക പരാതി നമ്പറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 91 88 52 73 15, കൊല്ലത്ത് 91 88 52 73 16, എറണാകുളത്ത് 91 88 52 73 21 എന്നീ നമ്പറുകളിൽ അമിത ഡെലിവറി ചാർജ് ആവശ്യപ്പെടുകയോ ഗ്യാസ് വിതരണം നിഷേധിക്കുകയോ ചെയ്താൽ വിളിച്ച് പരാതി നൽകാവുന്നതാണ്. റേഷൻ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ കൃത്യസമയത്ത് സാധനങ്ങൾ വാങ്ങാനും ഗ്യാസ് വിതരണത്തിലെ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കാനും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.